Hello friends, welcome back to our channel. ഇപ്പോൾ ആഷാഢമാസം കർക്കിടക ആട്ടി. അപ്പോൾ ഈ മാസത്തിൽ ഞങ്ങളുടെ നാട്ടിൽ കനില പറഞ്ഞൊരു ഡിഷ് തുളുവിൽ ഇംഗ്ലീഷിൽ ബാംബൂ ഷൂട്ട്സ്. അപ്പോൾ ആ ഫുഡ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ കണ്ടപ്പോൾ ഞങ്ങൾ ഒരെണ്ണം മേടിച്ചു. ആക്ച്വലി ഇത് ഉണ്ടാക്കുന്നതായിട്ട് മുമ്പ് ഞങ്ങൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. ഇത് ഓൾറെഡി വെള്ളത്തിൽ വെച്ചിട്ടുള്ള ഒരു ബോട്ടിലാണ്. 500 സംതിങ് ഗ്രാംസിൻ്റെ ഒരു ബോട്ടിൽ. ഇത് ഇങ്ങനെ എടുക്കുന്നതായിട്ടുണ്ടാവും ചിലപ്പോൾ. ഇതിങ്ങനെ അല്ലാതെ രണ്ട് സൈഡ് സെയിം ആണ്. ഇത് ചിരിക്കണം. ഈ കമ്പനിക്ക് ഓപ്പണിംഗ് ഇല്ല. എങ്ങനെയൊക്കെയോ പൊട്ടിച്ച് ഫൈനലി ഞങ്ങൾ അതിലുള്ള ബാംബൂ ഷൂട്ട്സിനൊക്കെ എടുത്തു. ഇത് കണ്ടോ, ബോട്ടിൽ ആക്ച്വലി ഒരു ക്യാൻ ടൈപ്പ് ബോട്ടിൽസ് ഓപ്പണർ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഇതിലില്ല. ആക്ച്വലി ഇത് ഒരു ഓൾറെഡി വെള്ളത്തിലിട്ടത്, പക്ഷെ ഞങ്ങൾ ഇതിന് 3 ദിവസം വെള്ളത്തിൽ വെക്കണം എന്നൊക്കെ പറയും. ബിക്കോസ് ഇതിൽ ടോക്സിൻസ് അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 2nd ഡേ വെള്ളത്തിലിട്ടു, അതേപോലെ ഞാൻ 3rd ഡേയും വെള്ളത്തിലിട്ടു. അത് കഴിഞ്ഞ പിന്നെ ഞങ്ങൾ അതിനെ ചെറുതായിട്ട് കുനുകുനാ അരയണം. അപ്പോൾ ഞാനിത് ക്യാമറ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരെണ്ണം മാത്രം ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തന്നേ ഉള്ളൂ. പിന്നെ ഞാൻ അതേപോലെ എല്ലാം കട്ട് ചെയ്തെടുത്തു. ഇത് ഇനി കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് ആഴ്ച വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ അത് സോക്ക് ചെയ്യുന്ന നേരത്തിൽ ഞങ്ങൾക്കൊരു ചെറിയൊരു മസാല റെഡിയാക്കാം ഇതിന് വേണ്ടി. അതിന് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിൽ ഇട്ട് പിന്നെ അതിലേക്ക് ഞങ്ങൾക്ക് എരിവിനനുസരിച്ച്, ഞങ്ങൾ കുറച്ച് എരിവ് കൂടുതലായതുകൊണ്ട് ഞാനൊരു 10 to 12 ചില്ലി യൂസ് ചെയ്തിട്ടുണ്ട്, റെഡ് ചില്ലി. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ എന്ന് പറയാം അത്ര മല്ലി അതെന്താ കൊറിയൻഡർ സീഡ്സ് അതും കൂടി ആഡ് ചെയ്തു. പിന്നെ അതിലേക്ക് 1 സ്പൂൺ ഫുള്ളല്ല, പക്ഷേ ഹാഫിനേക്കാളും കുറച്ച് കൂടുതൽ ജീരക, ക്യുമിൻ സീഡ്സും കൂടി ഞാൻ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു പിഞ്ച് ഓഫ് കുറച്ചോ 1/4 ഇല്ല അത്ര ഇത് ഉലുവ കൂടി ഒന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്തെടുക്കണം. ഡീപ്പ് റോസ്റ്റ് ചെയ്യാൻ പാടില്ല. ഒരു 2 to 5 seconds റോസ്റ്റ് ചെയ്താൽ മതി. പിന്നെ ഓയിൽ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യേണ്ട. ഇപ്പോൾ ഓയിൽ ഇല്ലാത്ത കൊണ്ട് ഞാൻ കുറച്ചും കൂടി ഓയിൽ ആഡ് ചെയ്തിട്ട് ഒരു 4 to 5 വെളുത്തുള്ളി, പിന്നെ ഒരു ഹാഫ് സവാള ഓനിയൻ അതും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറേ ഡീപ്പായിട്ട് റോസ്റ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതിനൊക്കെ ഇനി ഞങ്ങൾ മിക്സറിൽ വെച്ചിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാനുണ്ട്. ഇതിൻ്റെ ഒന്നിച്ച് കുറച്ചും കൂടി വേറെ ഐറ്റംസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്, അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ റെഡ് ചില്ലി, കൊറിയൻഡർ, ക്യുമിൻ സീഡ്സ്, ഉലുവ, പിന്നെ സവാള, വെളുത്തുള്ളി, അതിൻ്റെ ഒന്നിച്ച് ഞാൻ ഗ്രേറ്റഡ് കോക്കനട്ട് കുറച്ച് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും പുളിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കട്ട് ചെയ്ത ഇത് ബാംബൂ ഷൂട്ട്സ്, കനില, അതിനെ വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കണം. ഒരു 15 to 20 minutes, 15 to 20 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം അതിനിങ്ങനെ എടുക്കണം. പിന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കുറച്ച് കടുക് പൊട്ടിച്ച്, പിന്നെ അതിലേക്ക് കരിവേപ്പില അതും കൂടി ഉണ്ടെങ്കിൽ ഓപ്ഷണൽ ഇതൊക്കെ, പക്ഷേ ഇത് ചെയ്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുമെന്ന് മാത്രം. പിന്നെ ബാക്കി ഹാഫ് സവാള ഉണ്ടല്ലോ അതിനെ ഇവിടെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ആയിട്ടൊന്ന് ഫ്രൈ ചെയ്ത് റോസ്റ്റ് ചെയ്തെടുക്കണം. കുറേ ഡീപ്പായിട്ടൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒരു ഫ്യൂ മിനിറ്റ്സ് ഇങ്ങനെ റോസ്റ്റ് ചെയ്താൽ മതി. പിന്നെ ഇതിലേക്ക് ഞങ്ങൾ നേരത്തെ തിളപ്പിച്ച് വെച്ച കനില ബാംബൂ ഷൂട്ട്സ്, പിന്നെ ഞാനിവിടെ ഇതിൻ്റെ ഒന്നിച്ചിട്ട് ആഡ് ചെയ്യാൻ പച്ചപ്പയർ മുളപ്പിച്ചത്, അതും കൂടി സ്പ്രൗട്ടഡ് അതും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കനില ഞങ്ങൾ വേവിച്ചെടുത്തതുണ്ടല്ലേ, അതിൻ്റെ വെള്ളം കളയണം. എന്നിട്ട് ഇവിടെ ഇതിൻ്റെ ഒന്നിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് പിന്നെ മുളപ്പിച്ച പച്ചപ്പയറും കൂടി ഇതിൻ്റെ ഒന്നിച്ച് ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് ആവശ്യത്തിന് എത്ര ആവശ്യമുണ്ട് അത്ര വെള്ളം, കുറേ വെള്ളമൊന്നും വേണ്ട, ആവശ്യത്തിനുള്ള അത് സോക്കാവുന്ന അത്രക്ക് വേണ്ട അത്ര വെള്ളം ആഡ് ചെയ്യുക.
പിന്നെ ഇതൊന്ന് ഒരു 10 മിനിറ്റ്സ് മതി, 10 to 15 മിനിറ്റ്സ് ഉപ്പും കൂടി ആഡ് ചെയ്യണം. ഞാനിവിടെ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത്, അതൊന്നുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ കല്ലുപ്പ യൂസ് ചെയ്ത് ഞാനിതൊന്ന് വേവാൻ വെച്ച് കുറച്ച് നേരം. അതിന് ശേഷം ഇത് ഞാൻ മിക്സർ ഗ്രൈൻഡറിൽ അരച്ച് എടുത്ത മസാല ഉണ്ടല്ലോ അതിനെ അതിലോട്ട് ആഡ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ഇനി ഒന്നിച്ചിട്ട് തിളപ്പിക്കണം. അത് ഇപ്പോൾ ഗ്രേവി എത്ര തിക്നെസ് വേണോ അത്ര നേരം തിളപ്പിച്ചാൽ മതി. ഇപ്പോൾ ഞങ്ങൾക്ക് കുറേ ഗ്രേവി ഒന്നും വേണ്ട, ഒരു ജസ്റ്റ് ഒരു മീഡിയം തിക്നെസ്സിലുള്ള ഗ്രേവി ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് നേരം തിളപ്പിച്ചു. പിന്നെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിപ്പൊടിയും കൂടി മല്ലി ചെപ്പും കൂടി അതിലേക്ക് ആഡ് ചെയ്തു. അത്രയേ ഉള്ളൂ. നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്തോ. ഇത് ആടി മാസത്തിൽ കഴിച്ചാൽ നല്ലതെന്ന് പറയും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്തോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അടുത്ത വീഡിയോ കിട്ടുന്നവരെ ടാറ്റാ ബൈ ബൈ.